ഗൈസ്, വെൽക്കം ടു ഫ്യൂ ഗുഡ് റെസിപ്പീസ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു പോർക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ പോർക്ക് മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച 1/2 കിലോ ഫാറ്റ്ലെസ് പോർക്കാണ് ഞാനിവിടെ എടുക്കുന്നത്. ഫാറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. അപ്പോൾ ഞാനിത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോർക്കിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ വേണം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വേണ്ടത് സവാള, ഒരു മീഡിയം സൈസ് സവാള ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വിനാഗിരി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക. മാരിനേറ്റ് ചെയ്ത് ഒരുപാട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് 3-4 വിസിൽ കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ പോർക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോർക്കിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ പോർക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് 1/2 കപ്പ് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി നന്നായിട്ട് തന്നെ വഴറ്റണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റണം. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ലതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ. ഇതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടിത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിം ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞ് നല്ലൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത പോർക്ക് നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് വേവിക്കണം. ഞാൻ 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ലപോലെ ഇത് പറ്റി വരണം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണോളം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇച്ചിരി കുറവായിരുന്നു, ഒരുപാട് ഉപ്പ് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി അടച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കണം. 5 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടണം. നല്ല തിക്കായിട്ട് നന്നായിട്ടിത് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, മസാലയൊക്കെ നന്നായിട്ട് ഓരോ കഷ്ണത്തിലും കോട്ടായി വന്നിട്ടുണ്ട്. നല്ല ഒരു തിക്ക് പരുവായിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി വേറൊരു റെസിപ്പിയായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.